ബോസിന് ആരെയാണ് ഇഷ്ടം? ആന്റിക്ക് പറ. ആന്റിക്ക് അനീഷിനെയാണ് ഇഷ്ടം. അനീഷ് ജയിക്കോ? ഞാൻ പറയണ അനിമോളെന്ന് വെച്ച് വെക്കാം. അനീഷിനെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ എല്ലാവരും. മറ്റേതെന്ന് പറഞ്ഞാലേ ആണുങ്ങൾ കൂടുതൽ അനുവിനെ ഇഷ്ടപ്പെടുത്തുള്ളൂ. വയറും. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു വലിയൊരു ഔട്ടിംഗ് ആണ് പോകുന്നത്. ഷോപ്പിങ്ങിനാണ്. ചെറിയ ഷോപ്പിംഗ് ഒന്നുമല്ല, വലിയൊരു ഷോപ്പിംഗ് തന്നെയാണ്. ആക്ച്വലി ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള ഷോപ്പിംഗ് ആണ്. ക്രിസ്മസ് ഡിസംബറിലാണ്, പക്ഷേ നമുക്ക് നവംബർ പകുതി ഏകദേശം ആകാറായി. അപ്പോൾ ക്രിസ്മസിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ കുറേ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് എത്തിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുത്ത് എങ്ങനെ നമുക്ക് അത് നല്ല ഹെവി ലുക്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ് ആണ്. അപ്പോൾ കുറേ ഷോപ്പിൽ പോകണം. സൂറത്ത്, പരാഗ്, പോത്തീസ്, രാമചന്ദ്ര, അങ്ങനെ കുറേ എടുത്ത് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കൂട്ടിൽ നിന്ന് വരുന്നത് എൻ്റെ ഏട്ടത്തിയാണ്, എൻ്റെ വൈഫാണ്. അപ്പോൾ എന്നത്തെയും പോലെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ട് ഇപ്പോൾ ആക്കുന്നില്ല, ഏട്ട ഉച്ചയ്ക്ക് ആക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ പോയി വരാം. ഒരുപാട് ലേറ്റായി. എനിക്ക് ഈ ഡ്രസ്സിൻ്റെ സ്റ്റിച്ച് ചെയ്തതിൻ്റെയൊക്കെ വീഡിയോ കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇതെൻ്റെ അമ്മ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. പരാഗിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്തിട്ട് ഐ തിങ്ക് ഒരു 380 റുപ്പീസിൻ്റെ മെറ്റീരിയലാണ്. ഒരു ചെറിയൊരു ഗൗണാണ് കേട്ടോ അത്. ഇത് ഞാൻ വേറൊരു ഷോർട്സ് ആയിട്ട് എന്തെങ്കിലും കാണിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് വരാം, ലേറ്റായി. അപ്പോൾ നിങ്ങൾ വായോ. നമ്മളിപ്പം പഴവങ്ങാടി ക്ഷേത്ര റോഡിലാണ് എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് രാമചന്ദ്രയിൽ തന്നെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. രാമചന്ദ്ര, അതായത് പഴയ രാമചന്ദ്ര എന്ന് പറയും. പഴവങ്ങാടി ക്ഷേത്രത്തിനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ രാമചന്ദ്രയിൽ പോയിട്ട് അവിടെ കുറേ മെറ്റീരിയൽസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതാണ് എനിക്ക് കൂട്ടിനത് എൻ്റെ ഇടത്തിൽ. അപ്പോൾ അകത്തോട്ട് കയറാണ്. വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, നോക്കാം. $340 ഇത് കൊള്ളാം. 260 രൂപ. അതിന് ഇങ്ങോട്ടായിരിക്കും. ക്രിസ്മസ് കളക്ഷൻ വന്നോ ചോദിച്ചാൽ ഫസ്റ്റ് അവരുടെ വിലയാവും. ഈ പച്ച കൊടുക്കാം, പക്ഷേ റെഡ് ഇല്ല കേട്ടോ. നോക്കടി, പക്ഷെ വേറെ നല്ല കളർ ഇരിക്കും. നല്ല കളർ ഇരിക്കുന്നു. പക്ഷെ അതായത് നീലയും കൊള്ളാം. അത് കൊള്ളാം. പക്ഷെ നമുക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് ഇതെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ക്രിസ്മസ് കളക്ഷൻ, നമ്മുടെ കളേഴ്സ് ഈ ഗ്രീന്, റെഡ്, വൈറ്റ്, ഈ 3 കളറേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ക്രിസ്മസിന് എന്താ ആ കളർ മാത്രമേ ഇടാൻ പറ്റുമോ? നമ്മളെ നാഷണൽ കളറല്ലേ ക്രിസ്മസ്. ഇത് കൊള്ളാടി. ഇത് കൊടുത്ത വെള്ളറ്റ് എടുത്തേ നീ അല്ല ഇതിനേക്കാൾ. വെൽവെറ്റിൻ്റെ ഗ്രീനും റെഡും നമുക്ക് വേണമായിരുന്നു, പക്ഷേ അത് അത്ര ക്വാളിറ്റി ഉള്ളതില്ല. ഇഷ്ടപ്പെട്ടത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, പക്ഷേ വേറെ കളർ. പക്ഷെ നമുക്ക് ഗ്രീനും റെഡും ആണ് വേണ്ടത്. അപ്പം നമ്മൾ വേറെ ഷോപ്പിലോട്ട് പോകുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, റെഡ്.
ക്രിസ്മസിന് ആവശ്യമുള്ളവർ പഴയ രാമചന്ദ്രൻ പുതിയ രാമചന്ദ്രൻ കാണും. ഇതാണെന്നുണ്ടെങ്കിൽ റേറ്റ് വന്നിട്ട് 349 രൂപ കേട്ടോ. ഗ്രീൻ ഉണ്ട്, ഇതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അതെ, ഇത്രയും ലെങ്ത് വരുന്നുണ്ട്. പിന്നെ വൈറ്റ് ഇല്ല, ഗ്രീനും റെഡുമാണുള്ളത്. റെഡ് കൊള്ളാം, 349 രൂപയ്ക്ക് കൊള്ളാം. അതുപോലെ വെള്ള പാൻറ്റ് വേണമെന്നുള്ളവർക്ക് വെള്ള പാൻറ്റ് ഉണ്ട് കേട്ടോ. ഇത് 249 രൂപ ഉള്ളൂ. ഷോർട്ടാണ് പക്ഷേ ഇതില്ലേ, ഇത് ഒരു റാണി പിങ്ക് കളറാണ്. നമുക്ക് റെഡാ വേണ്ട, മെറൂൺ ഉണ്ട്. പഴയ രാമചന്ദ്രയിൽ ക്രിസ്മസ് കളക്ഷൻ ഇതുവരെ എത്തിയിട്ടില്ല. കണ്ടോ ഗൈസ്, ഇതാണ് എൻ്റെ ഡ്രസ്, ഇതാണ് എൻ്റെ ഏട്ടത്തി. സോ നമ്മൾ അടുത്ത് വേറൊരു ഷോപ്പിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരു പരാഗിൽ പോകണം. പിന്നെ അല്ലാതെ തന്നെ സൂറത്തിനടുത്ത് വേറൊരു പുതിയൊരു ഷോപ്പുണ്ട്, ഹിന്ദിക്കാരുടെ. അപ്പോൾ അവിടെ മുൻപ് ഒരിക്കൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് ചോദിച്ചു. എന്തായാലും ഇവിടെ നിന്ന് രാമചന്ദ്രയിൽ നമ്മളിപ്പോൾ എന്തായാലും ഇറങ്ങിയാണ്. നമ്മൾ രാമചന്ദ്രയിൽ നിന്ന് ഫുള്ള് ഇറങ്ങിയത്. അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് രാമചന്ദ്രൻ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടിടത്തും കയറി രണ്ടിടത്തുനിന്ന് ഇറങ്ങിയായിരുന്നു. അയ്യോ, ഇനി അടുത്ത് വേറൊരു ഷോപ്പിലോട്ട് പോവാണ്. ഇവിടെ ചിലൊക്കെ നോക്കാം. രാമചന്ദ്രയിൽ ക്രിസ്മസ് കളക്ഷൻസ് ഒന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് നേരെ തന്നെ സൂറത്തിനടുത്തുള്ള ഒരു ഷോപ്പിലോട്ടാണ് പോയത് കേട്ടോ. അതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങളെ ലൊക്കേഷൻ പഴവങ്ങാടി ക്ഷേത്രത്തിനടുത്തുള്ള ഷോപ്പാണ്. അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പണ്ട് ഒരു ബ്ലാക്ക് കളർ വെൽവെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ വെൽവെറ്റ് മെറ്റീരിയൽ നല്ല രസമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വന്നത്. പക്ഷേ ഇവിടെ നിന്നും കിട്ടുന്ന കോളില്ല. പക്ഷേ ഞങ്ങൾ നോക്കുന്നതൊക്കെ ജസ്റ്റ് ഇച്ചിരി കട്ടി കുറവ് അങ്ങനെയൊക്കെയാണ്. നെക്സ്റ്റ് ഞാൻ നേരെ വെച്ച് പിടിച്ചത് മറ്റൊരിടത്തുമല്ല, തൊട്ടടുത്തുള്ള സൂറത്തിലോട്ടാണ്. ഇവിടെ നിന്ന് ഞാൻ ഒത്തിരി മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴാണല്ലോ പരാഗൊക്കെ ട്രിവാൻഡ്രത്ത് വന്നത്. അതിനു മുമ്പ് നമുക്ക് സൂറത്തിൽ ഉള്ളായിരുന്നു. അപ്പോൾ സൂറത്തിലും കിട്ടുമോയെന്ന് നമുക്ക് നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ജാക്കറ്റൊക്കെ ആയിട്ട് തയ്ക്കാൻ, കുഞ്ഞു പിള്ളേർക്കൊക്കെ ആയിട്ട് ക്രിസ്മസിനില്ലേ ഡാൻസിന് പറ്റിയ ജാക്കറ്റൊക്കെ ആയിട്ട് തയ്ക്കാനായിട്ട് സെറ്റ് സാധനമുണ്ട്. ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല കളർഫുള്ളായിട്ട്. എനിക്ക് മറ്റേ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് തോന്നുന്നു. നല്ല രസമുണ്ട്. അതൊക്കെ റെഡ് ഉണ്ട് കേട്ടോ. നമ്മൾ ക്രിസ്മസിന് പറ്റിയ ചിലപ്പോൾ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ ക്രിസ്മസിന് പറ്റിയ മെറ്റീരിയൽസ് കിട്ടും. ഇനി പരാഗാണ് നമ്മുടെ ഒരേ ഒരു ആശ്രയം. ഫൈനലി സൂറത്തിലും ക്രിസ്മസ് കളക്ഷൻ എത്തിയിട്ടില്ല. സോ ഇനി പരാഗ് പോത്തീസ് ഇതൊക്കെ തന്നെയാണ് ഞാൻ അടുത്ത്. പരാഗിലോട്ടായിരിക്കും കേട്ടോ. ഇറങ്ങിയപ്പോഴത്തേക്ക് ഏട്ടത്തി ഇതും പിടിച്ചു വെച്ചോണ്ടിരിക്കുക. എത്ര രൂപ? ശരി ഏട്ടാ. നെക്സ്റ്റ് നമ്മൾ നേരെ വെച്ച് പിടിച്ചത് ട്രിവാൻഡ്രത്ത് പോത്തീസിനടുത്തുള്ള പരാഗിലാണ് കേട്ടോ. ഇവിടാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പിടിയുമില്ല. പക്ഷെ ഫസ്റ്റ് നമ്മൾ എൻട്രൻസിൽ കയറിയപ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ നെറ്റിൽ വർക്കുള്ള ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ, അതായത് മെറ്റീരിയൽ കണ്ടപ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞു. ഒരു കോൺഫിഡൻസ് ഉണ്ടായി. അവിടെയും കാണാതിരിക്കത്തില്ല. നല്ല മണം കേട്ടോ. പരാഗി ഫുള്ള് ഡോർ തുറന്നപ്പോഴത്തേക്ക് ചില ഷോപ്പിൽ എൻ്റെ പഴവിയ തുണിയുടെ മണമായിരിക്കും. ഇവിടെ നല്ല രസമുണ്ട്. പിന്നെ എ സി ആണ്, കുറച്ച് നല്ല വെയിലുള്ളതുകൊണ്ട് എ സിക്കകത്ത് കയറി കുറച്ച് നേരം ഇരിക്കാമല്ലോ. അല്ല, ക്രിസ്മസ് കളക്ഷനുള്ള മെറ്റീരിയൽസ് ആണോ? വൈറ്റ്, റെഡ് അങ്ങനത്തെ? വൈറ്റ് അങ്ങനെയല്ല ചേട്ടാ. ക്രിസ്മസിൻ്റെ എന്തെങ്കിലും ത്രെഡ് വർക്ക്, ക്രിസ്മസിന് പറ്റിയ എന്തെങ്കിലും എംബ്രോയ്ഡറി വർക്കോ അങ്ങനെയൊക്കെ ഉള്ളത്. അതെ, അതിലെന്തെങ്കിലും വർക്കൊക്കെ വരുന്നത്, എംബ്രോയ്ഡറി വർക്ക്. ബോഗൈൻവില്ല സനാവ്സ് വ്ളോഗ്. ഞാൻ വ്ളോഗൊന്നും ഉണ്ടാക്കിയതിൽ. ചേട്ടാ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്ക, ചെയ്യാൻ വരും. അറ്റ് कितना रुपया भैया मीटर? മേലത് അയ്യോ ഇതേ ഉള്ളൂ.
ഇച്ചിരി കൂടെ ഡാർക്ക് റെഡ് ഉണ്ടോ? ചില്ലി റെഡ്. മെറൂണൊക്കെ നമുക്കിതിൽ ഇങ്ങനെ ഇരിക്കുന്ന നമുക്ക് ഡാർക്ക് മോഡാക്കി കഴിഞ്ഞാൽ മെറൂൺ. എന്തോന്ന് ഈ റെഡ് പിന്നെയും കുഴപ്പമില്ലടി. എന്തോന്നാ കുറുക്കുന്നേ? മലയാളം അറിയത്തില്ല നമുക്ക്. ഹിന്ദി കുഴപ്പമില്ല. നെയ്യാറ്റിങ്കര അല്ല, ആ വീഡിയോ നെയ്യാറ്റിങ്കര ഹിന്ദി കുച്ച് കുച്ച്. ഇല്ല, മനസ്സിലായില്ല. കറക്റ്റ് മനസ്സിലായി. വീഡിയോ എടുക്കുന്ന നല്ല സബ്സ്ക്രൈബർ. ഗ്രീൻ കളർ കൂടെ എടുത്തരോ? യൂട്യൂബറാണോ? ആ പയ്യൻ എന്താ കുത്തി എന്റെ ചാനൽ വീഡിയോസ് ഫുള്ള് കാണുക. ഈ ഗ്രീൻ ഓക്കെ അല്ലേ? സെയിം അല്ല, മെറ്റീരിയൽ വേറെ. അല്ല പക്ഷേ ഇതെടുക്കാം, പറയാം. ഇത് പറയാം. അവിടെ പോത്തീസിൽ കൂടെ നോക്കട്ടെ. ഇതിന്റെ ഡാർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വന്നെടുക്കാം. ഓ അത് തന്നെ 9 മീറ്റർ വേണമായിരുന്നു റെഡ്. കണ്ടോ, നിങ്ങൾക്ക് കച്ചവടം നടക്കൂലെന്നാ? 9 മീറ്റർ നടക്കൂലെന്നാ ചില്ലി റെഡ് ഉണ്ടായിരുന്നെങ്കിൽ. ഇത് പക്ഷേ ഇതിൽ 2 എണ്ണം ഉണ്ടായിരുന്നല്ല. ഇതും പക്ഷെ ഇത് ഭയങ്കര ഫിനിഷിങ് അടി. എന്താ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷെ രണ്ടും ഒരേ പോലെ. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഒരു ഗ്രീൻ കളർ നമുക്ക് കിട്ടിയായിരുന്നു. ഗ്രീൻ കളർ വെൽവെറ്റിനെ കിട്ടിയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ മേലത്തെ ഫ്ലോറിലോട്ട് പോകണം. മേലത്തെ ഫ്ലോറിൽ പോയതിന് ശേഷം അവിടെ നിന്ന് ബാക്കി പർച്ചേസ് ചെയ്യാം. മൂന്ന് മീറ്റർ കാണോ? ഇത് കാണത്തില്ലല്ലേ? 3 മീറ്റർ കാണോ? അത് ബുദ്ധിമുട്ടാണല്ലോ. ഈ ചേട്ടൻ പറഞ്ഞ് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ 10 രൂപ എടുക്കും. ചേട്ടൻ വയറല്ലേ പ്രൊമോഷൻ, പരാഗിന് പ്രൊമോഷൻ യൂട്യൂബിൽ. ഏത് കൊള്ളാം, പക്ഷേ ഭയങ്കര ഇതായി പോടി. ഓ ഇത് കിട്ടുമോ? 3 മീറ്റർ വേറെ ചേട്ടന് ഞാൻ 10 രൂപ തരാം. ചേട്ടൻ തപ്പി എടുത്തിട്ടോ. അതെ അതെ, ഇത് ഇത് അത് പക്ഷേ അതുപോലത്തെ അല്ലേ? മെച്ചണ്ടേ അല്ലെങ്കിൽ എനിക്ക് മാളിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴും ക്രിസ്മസ് രണ്ടും കൂടെ കണക്കാക്കി. ഓ ഇത്തിരി കൂടെ കട്ടിയുണ്ട്. വേറെ ഏതുണ്ട് ഇതുപോലത്തെ റെഡ് ഷെയ്ഡ്സ്? വേറെ ഇത് പിന്നെയും കൊള്ളൂല്ലേ? ഇതിനേക്കാൾ ഇത് കൊള്ളാം. ഇത് ഭയങ്കര ഓ തിളങ്ങുന്ന ടൈപ്പ്. എനിക്ക് മോർണിംഗ് ടൈം എനിക്ക് വേണ്ടത്. ഉച്ചക്കണം നമുക്ക് ടോട്ടൽ 9 മീറ്റർ വേണം ഉണ്ടെന്ന് അവരെടുക്കട്ടെ. അവരെടുത്ത് കഴിഞ്ഞാൽ കുറേ എടുക്കൂലല്ലോ. ഓ
ഏതെടുക്കാം? എടുക്കാം. നമ്മൾ ഒന്നെടുത്ത് ഗ്രീന് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇതിനേക്കാളും ഡാർക്ക് റെഡാണ് വേണ്ടത്, ഇച്ചിരി കൂടെ ഡാർക്ക്. അപ്പം നമ്മൾ ഇച്ചിരി പോത്തീസ് കൂടെ നോക്കിയിട്ട് വരാം. 360. എൻ്റെ ഫോണല്ല കേട്ടോ, അവിടുത്തെ സ്റ്റാഫിൻ്റെ ഫോണാണ്. സബ്സ്ക്രൈബ്, ബെൽ ഐക്കൺ ക്ലിക്ക്. ഇതെത്ര? 200? പാൻറ് കാണല്ലേ? മാച്ചിനടി കുഴപ്പമില്ല, ചെറിയ വ്യത്യാസം പ്രശ്നമില്ല. ഇനി കയറ്റി തയ്ക്കണ്ടേ ഇതൊരു? ഓ, അല്ലെങ്കിൽ വേറെ കളർ എടുക്കണോ? അത് ഇതുപോലത്തെ ഉള്ളതുകൊണ്ട് ഇതിൽ നിന്ന് 1 മീറ്റർ മതിയോ? 1 മീറ്റർ. കുറേ മെറ്റീരിയൽസ് എടുത്തതാ. എവിടെ? ഈ ഒരു ബോക്സ് എടുത്തു, ഇനിയും കുറേ ഉണ്ട്. ചില മെറ്റീരിയൽസ് കിട്ടില്ല, പക്ഷേ ബാക്കിയുള്ള എല്ലാ ഷോപ്പും ട്രിവാൻഡ്രത്ത് മെറ്റീരിയൽസിന് പരാഗ് എന്ന് പറയുന്ന ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ കുറേ മെറ്റീരിയൽസ് നമുക്ക് എടുത്തിട്ടോ കേട്ടോ. ഇപ്പോഴായിട്ടൊരു മോഡലുണ്ട് പെട്ടെന്ന്. അതിന് മാം 2.5. അങ്ങനെ നമ്മൾ 2 കുട്ട നിറച്ച സാധനം വെച്ചിട്ടോ. കുഴപ്പമില്ലല്ലേ? പക്ഷേ വേറെ എടി നമ്മൾ വേറെ എവിടെ അല്ലേ ഇച്ചിരി കൂടെ ഫിനിഷിങ് ആയിട്ടുള്ള ചേട്ടൻ വന്നിട്ട് എടുക്കാൻ. വർക്ക് കുറവല്ലേ? ഇങ്ങനെ സീക്വൻസ് ആണ്. എല്ലാവരും കൂടെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. താങ്ക് യു. ഇതെത്ര? 1500. ചിലത് കുറച്ച് കളർ വരും. കുട്ടി വ്ളോഗർ, സബ്സ്ക്രൈബർ 800 സംതിങ്, ന്യൂ ചാനൽ. പക്ഷെ ഇത് കൊള്ളാടി, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ എല്ലാവരും ചാനലിൻ്റെ പേരൊക്കെ കേട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ സബ്സ്ക്രൈബേഴ്സിനോടൊന്നും കിട്ടി. ന്യൂ സബ്സ്ക്രൈബർ. ഓക്കെ എടുക്കട്ടെ. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ബില്ലടിക്കുക, എന്നിട്ട് നമുക്ക് നോക്കാം. ലേസ് കൂടെ നോക്കാം. യാ കുട്ടി യൂട്യൂബർ. ഓക്കെ താങ്ക് യു. @ബോഗൈൻവില്ല സന വ്ളോഗ്. ഷോപ്പിൻ്റെ പേര് കേട്ടാ. ബ്ലാക്ക് വൈറ്റ്. ഓ അത് എത്ര മീറ്റർ? ഇതെടുക്കൂ. ഈ മീറ്റർ അതെ അതെ. പക്ഷെ ആ ചേട്ടനെ ഫോട്ടോഷൂട്ടിന് മറ്റേ ഇതില്ലേ, ആ കളർ തന്നെ മതി എന്ന് പറയണമെങ്കിൽ
പക്ഷെ എനിക്ക് അതും ഇഷ്ടപ്പെട്ടെ. പക്ഷെ വൈറ്റ് ഇച്ചിരി വീതിയുള്ളത് വിശക്കണം. ഇതുപോലത്തെ ഉണ്ടല്ലേ, എനിക്കിതുപോലത്തെ അല്ലല്ലോ ഇങ്ങനെ. ആ എടി അത് കാണിച്ചോട്, അങ്ങനെ കഴിച്ചു തന്നില്ലേ? അത് അയച്ചെന്ന് കിട്ടിയില്ലെങ്കിൽ. ഓഫ് വൈറ്റ് വേണ്ട, റെഡ് ഉണ്ടോ? റെഡും വേണം. ഇച്ചിരി കൂടെ വീതിയാണ്, അതായത് കൈക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. കൈ അത് നമുക്ക് കൈയില്ല, കൈക്ക് പകരം അപ്പം ഇച്ചിരി കൂടെ വീതി വേണം. എന്തെങ്കിലുണ്ടെന്ന് കാണാനില്ല, നമുക്ക് തരാം. ഇതും കൊള്ളാം, പക്ഷെ ഇത് ഒന്നും വയ്ക്കാൻ പറ്റില്ല. അത് കൊള്ളാമല്ലോ അവിടെ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പരാഗിന്ന് 2 കവർ നിറച്ച് കുറേ മെറ്റീരിയൽസും എടുത്ത് നേരെ പോത്തീസിലോട്ട് പോകുന്ന വഴിക്ക് ഇതാ നല്ല ക്യൂട്ടായിട്ട് കുറേ കമ്മൽ കിടപ്പുണ്ട്. ഹിന്ദു ചേട്ടന്മാരൊക്കെ കുറേ കമ്മലൊക്കെ വിൽക്കാനിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ക്രിസ്മസിന് വേണം, അതും മേടിച്ച് ഒറ്റയടിക്ക് തന്നെ നമ്മൾ നേരെ പോത്തീസിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നോക്കാം, വീഡിയോസ് പോലും നേരെ ചോ എടുക്കാൻ പറ്റുമെന്ന് ഒരു അറിവുമില്ല. ഇത് നല്ല ഈ പാവാട നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുപോലത്തെ ഉണ്ടോ കറക്റ്റ്? അവിടെ എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ ഓ അത് ഇതുപോലത്തെ അല്ലേ? അല്ലേ? ഓ അത് ഇച്ചിരി എനിക്കിങ്ങനെ മഞ്ഞൊന്നും വരാൻ താല്പര്യമില്ല, അതാണ് ഞാൻ ബ്ലാക്കും എനിക്ക് അതെടുക്കാം. വൈറ്റും. അങ്ങനെ ഇതാണ് തപ്പി നടന്ന സാധനം. പല കുറേ ഷോപ്പിൽ ചേട്ടാ ഇതൊരു ചെറിയൊരു, അതായത് ഇത് മുതൽ ഇതുപോലെയുള്ള 2 മീറ്റർ മതി. അതന്നെ, അത് 1800 സംതിങ്ങില്. അത് കൊള്ളാല്ലേ? ആ കള്ള യൂട്യൂബിലത്തേക്കേ വീഡിയോസ് ആണ്, അപ്പം ഡിസൈൻ ചെയ്യുന്നതിന്റെ. ആ മെറ്റീരിയൽ എത്ര രൂപയായിരിക്കും നീ ഗസ് ചെയ്യ്? ഇപ്പം നമ്മളെടുത്ത ചെക്കിൻ്റെത് 1 മീറ്റർ 200 സംതിങ്, 2 മീറ്റർ 400.
ഏത് ക്രിസ്മസിന്റെ ഒരാഴ്ച ആവുമെന്ന്. ഇതും ക്രിസ്മസിന്റെ തന്നെ പക്ഷേ സ്റ്റാറ്. ഓ ഓ ഇല്ലേ ഈ ഒരു ഇങ്ങനെ പക്ഷെ ഇതിൽ എംബ്രോയിഡറി ഇല്ലാത്ത അങ്ങനത്തെ പ്ലെയിൻ ഉണ്ടോ? ക്രഷ് ജോർജ്. ഇങ്ങനെ പോത്തീസിലെ പർച്ചേസിങ് കഴിഞ്ഞ് നേരെ നമ്മുടെ ചാല മാർക്കറ്റിനകത്തുള്ള അൽഹിബ എന്ന് പറയുന്ന സ്റ്റോറാണ് കേട്ടോ. ഈ സ്റ്റോറിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുൻപ്. ഇവിടെ നിന്നാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനുള്ള ബീഡ്സ് എല്ലാം മേടിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. ഇവിടെ കൂടാതെ തന്നെ കുറച്ച് കുട്ടി കുട്ടി വള, അതുപോലെ മാല, അങ്ങനത്തെ സാധനങ്ങൾ, ഓർണമെന്റ്സ് കൂടെ ഇവിടെ ഇൻവോൾവ്ഡ് ആണ്. ഉണ്ടല്ലോ ചേച്ചി, മെറൂൺ കളറാണ് ഇതാ. ഇതും അതുപോലെ തന്നെ അല്ലേ? എന്തേ അതിൽ വയ്ക്കേ? ബിഗ് ബോസ് ആരെയാണ് ഇഷ്ടം ആന്റിക്ക്? പറ. ആന്റി ഇത് അനീഷിനാണ് ഇഷ്ടം. അനീഷ് ജയിക്കോ? ഞാൻ പറയണ അനിമോളെന്ന് വെക്കി വെക്കാം. അപ്പൊ അനിമോളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരും. അനീഷാണെങ്കിൽ വരില്ല. അനീഷാണെങ്കിൽ അങ്ങോട്ട് വരില്ല. ഇതില് ആരാ ഇഷ്ടം? ബിഗ് ബോസ് ആന്റി എനിക്ക് അയ്യോ ഗ്രീനാണ്. ഈ ഗ്രീൻ ഇതില്ല, ഇത് അത് അവളുടെ. ഇതിൽ ഇച്ചിരി കൂടെ ലെങ്ത് ഉള്ള ബിഗ് ബോസ്. അനീഷിനെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള എല്ലാവരും. മറ്റേതെന്ന് പറഞ്ഞാലേ അതെല്ലാം ഈ ആണുങ്ങൾ കൂടുതൽ അന്യോന്യം ഇഷ്ടപ്പെടുത്തൽ വയറും കുന്തവും കാണിച്ചു നടക്കുന്നത്. അപ്പൊ അനിമോളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരും. ഞാൻ വരും. ഓ കൊള്ളാവോ? ആ സംസാരിക്കാൻ കൂടിയതാ ഇതാ. അത്ര കൂടിയ വേണ്ടാവും. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ നടക്കുന്നവരാണ്. അത് വേണ്ട, അത് വേണ്ട. വേറെ ഉണ്ടോ? ഇതോ നമ്മളല്ലേ ഇതെങ്ങനെ? ആ അല്ലേ? ഇതിന്റെ ആവശ്യമൊക്കെ ഉള്ളു. മറ്റേതിന് എത്ര മാസത്തെ ഗ്യാരണ്ടി? കുഴപ്പമില്ലടി, ഇത് മതി. എനിക്കൊരിത് മതി. ഓ നിനക്ക് വേണോ അത്? എനിക്കൊരിത്. ക്രിസ്മസിനുള്ള ഡ്രസ് യൂട്യൂബില് നിങ്ങളൊക്കെ യൂട്യൂബിൽ വൈറലാകും. യെസ്. ഓ ഈ കടയുടെ രഹസ്യം അറിയാണത്. ഓ നിലവറ. അൽഹിബയുടെ നിലവറയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവറയിലുള്ള രാജ്ഞിയാണ് ഇത്. ഓ പിന്നെ ഞാൻ പോയ കാര്യം നടക്കാതെ 50 ഇതാ. അത്രയും മതി. എനിക്ക് ഇത് എടുക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യടാ, തരാമേ. ഒന്ന് വെയിറ്റ് ചെയ്യണം, തരാമേ. ഒന്ന് വെയിറ്റ്.
ബോസിൽ ആരാ ഇഷ്ടം? ഞാൻ ബിഗ് ബോസ് കാണാറില്ല, പക്ഷെ എനിക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്. അത്രയും മതി. അൽഹിബയിലാണെങ്കിലോ ഫുൾ ബിഗ് ബോസിന്റെ വിവാദമാണ് കേട്ടോ നടക്കുന്നത്. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെറൈറ്റി ഷോപ്പിലോട്ട് പോയി. അതായത് ഇവിടെ നമുക്ക് ചാലേനിൽ തന്നെ ഈ അൽഹിബ ഷോപ്പിന്റെ അടുത്തായിട്ടാണ് കേട്ടോ വെറൈറ്റി ഷോപ്പ്. വെറൈറ്റി എന്ന് പറഞ്ഞ പേര് പോലെ തന്നെയാണ്, പലതരം വെറൈറ്റി ത്രെഡും നമുക്ക് സ്റ്റിച്ചിങ്ങിനായിട്ടുള്ള എല്ലാ വക സാധനങ്ങളും കിട്ടും. ആക്ച്വലി ഇത് മുമ്പ് അമ്മയാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനും കൂടെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാനും വരാൻ തുടങ്ങി. ഏട്ടത്തി ഇവിടെ നിന്നാണ് കേട്ടോ ഇപ്പം ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഷോപ്പാണ്, ഒത്തിരി മെറ്റീരിയൽസ് കിട്ടും. നമുക്ക് സ്റ്റിച്ചിങ്ങിന് പറ്റിയത് എല്ലാ ടൈപ്പ് മെറ്റീരിയൽസ് സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ നമ്മളുള്ളത് ചാലയിലാണ്, ചാല മാർക്കറ്റിലാണ്, വെറൈറ്റി ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ മുതലാളിയില്ലേ ഞങ്ങള്? അല്ലേ? ഇപ്പോൾ മുതലാളിയല്ല, ഞാൻ വിചാരിച്ചു ഇത്രയും ദിവസം മുതലാളി എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ മഴ വന്നതുകൊണ്ട് ഇനി നമുക്ക് ബാക്കി ഷോപ്പിംഗ് ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഒരു 2 days കഴിഞ്ഞിട്ട് ബാക്കി ഷോപ്പിങ്ങിന്റെ വീഡിയോസ് ഒക്കെ ഇടാം. ഇപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് മഴയായതുകൊണ്ട്. യൂട്യൂബ് അങ്ങനെ ചോദിക്കുക എന്താണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ടാറ്റാ ബൈ ബൈ, സീ യു.